അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മൂന്നാം ക്ലാസ്സിലെ ദുറൂസുൽ ഇസ്ലാം രണ്ടാം ഭാഗത്തിലെ 13ാമത്തെ പാഠം നാറുൻ ഹാമിയ. ഇൻഷാ അല്ലാഹ് പാഠവും അതിൻ്റെ തദ്രീബാത്തും നമുക്ക് നോക്കാം. നാറുൻ ഹാമിയ എന്ന ചൂടേറിയ നരകം, നരകത്തെക്കുറിച്ചും നരകത്തിലുള്ള അവസ്ഥകളെക്കുറിച്ചും അതിലുള്ള ശിക്ഷകളെക്കുറിച്ചും അവിടെ നമുക്ക് കുടിക്കാൻ തരുന്ന പാനീയത്തെക്കുറിച്ചും വിശപ്പിൻ്റെ സമയത്ത് നമുക്ക് കഴിക്കാൻ തരുന്ന ഭക്ഷണത്തെക്കുറിച്ചും നരകത്തിലെ ഓരോ ഭാഗങ്ങളെക്കുറിച്ചും ഇങ്ങനെയൊക്കെയാണ് ഈ പാഠത്തിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് പാഠം വായിക്കാം. നാറുൻ ഹാമിയ, ചൂടേറിയ നരകം. റബീഅ് ഇബ്നു ഖുസൈമ റളിയല്ലാഹു അൻഹും സുഹൃത്തുക്കളും നടക്കാനിറങ്ങി. ആരാണ്? റബീഅ് ഇബ്നു ഖുസൈം, പേര് പറഞ്ഞു പഠിക്കണം. റബീഅ് ഇബ്നു ഖുസൈമ റളിയല്ലാഹു അൻഹും സുഹൃത്തുക്കളും നടക്കാനിറങ്ങി. അവർ ഇരുമ്പ് പണിക്കാരുടെ അരികിലെത്തി. അവിടെ ഇരുമ്പ് ദണ്ട് അടുപ്പിൽ വെച്ച് തീ ശക്തിയായി കത്തിക്കുകയാണ്. അടുപ്പിൽ നിന്ന് തീപ്പൊരികൾ പറന്നു പൊങ്ങി. ഇത് കണ്ടതും റബീഅ് റളിയല്ലാഹു അൻഹു ബോധം കെട്ട് വീണു. ബഹുമാനപ്പെട്ട റബീഅ് ഇബ്നു ഖുസൈമ റളിയല്ലാഹു അൻഹു സുഹൃത്തുക്കൾ നടക്കാനിറങ്ങിയതാണ്. അങ്ങനെ അവർ എവിടെ എത്തി? ഒരു ഇരുമ്പ് പണിക്കാരുടെ അരികിലെത്തി. അവിടെ എന്താ പരിപാടി? അവിടെ ഇരുമ്പ് ദണ്ട് അടുപ്പിൽ വെച്ചുകൊണ്ട് തീ ശക്തമായി ഇങ്ങനെ കത്തിക്കുന്നുണ്ട്. അപ്പോൾ ആ തീയിൽ നിന്നും എന്ത് ഉയരുന്നുണ്ട്? തീപ്പൊരികൾ പറന്നു പൊങ്ങുന്നുണ്ട്. ഇത് കണ്ടപ്പോൾ റബീഅ് റളിയല്ലാഹു അൻഹു ബോധം കെട്ട് വീണു. കൂട്ടുകാർ അദ്ദേഹത്തെ വീട്ടിലേക്ക് എടുത്തു കൊണ്ടുപോയി. ഇത് കണ്ടപ്പോൾ നരകത്തെ ഓർത്തത് കൊണ്ടാണ് റബീഅ് റളിയല്ലാഹു അൻഹുവിന് ബോധം നഷ്ടപ്പെട്ടു പോയത്. ബഹുമാനപ്പെട്ട റബീഅ് റളിയല്ലാഹു അൻഹുവിന് ബോധം നഷ്ടപ്പെടാനുള്ള കാരണം എന്താ? നരകത്തെ ഓർത്തത് കൊണ്ടാണ്. ആ തീപ്പൊരി പാറുന്നത് കണ്ടപ്പോൾ നരകത്തെക്കുറിച്ച്, നരകത്തിലുള്ള ചൂടും ആ തീയിനെക്കുറിച്ചൊക്കെ ഓർത്തപ്പോഴാണ് ബഹുമാനപ്പെട്ടവരുടെ ബോധം നഷ്ടപ്പെട്ടത്. ഇനി നരകം ശിക്ഷയുടെ വീടാണ്. നരകം എന്തിൻ്റെ വീടാണ്? ശിക്ഷയുടെ വീടാണ്. അത് തിന്മ ചെയ്തവർക്കുള്ളതാണ്. തെറ്റുകൾ ചെയ്ത് വേണ്ടാത്തരങ്ങൾ ചെയ്ത് ജീവിച്ചവർക്കുള്ളതാണ് ഏത്? നരകമെന്ന് പറയുന്നത്. കത്തിയെരിയുന്ന തീയാണത്. കത്തിയെരിയുന്ന തീയാണ് എവിടെയുള്ളത്? നരകത്തിലുള്ളത്. ദുന്യാവിലെ തീയിനേക്കാൾ 70 ഇരട്ടി ശക്തിയുള്ള തീ. ദുന്യാവിലെ തീ, ആ തീയിനേക്കാൾ എത്ര ഇരട്ടി ശക്തിയുണ്ട്? 70 ഇരട്ടി ശക്തിയുണ്ട്. എവിടുത്തെ തീക്ക്? നരകത്തിലെ തീയിനെ. ദുന്യാവിലെ തീ തന്നെ അതിൻ്റെ അടുത്തേക്കാണ് നമുക്ക് അടുക്കാൻ കഴിയുന്നില്ല. അപ്പം നരകത്തിലെ തീയിൻ്റെ ചൂടൊന്ന് ആലോചിച്ചാൽ മതി. അവിടെ ഭീമൻ വിഷപ്പാമ്പുകളുണ്ട്. നരകത്തിൽ എന്തുണ്ട്? ഭീമൻ, വലിയ വലിയ വിഷപ്പാമ്പുകളുണ്ട്. വലിയ തേളുകളുണ്ട്. വലിയ വലിയ തേളുകളും എവിടെയുണ്ട്? നരകത്തിലുണ്ട്. എന്താ തേളൊക്കെ ഉണ്ടായുള്ള അവസ്ഥ നമുക്കറിയാമല്ലേ? തേളിൻ്റെ ഇവിടുത്തെ കുത്തന്നെ നമുക്ക് സഹിക്കാൻ കഴിയുന്നില്ല, ചെറിയ തേളിൻ്റെ കുത്തന്നെ. എന്നിട്ടല്ല വലിയ വലിയ തേളുകളുടെ കുത്തും വലിയ വലിയ വിഷപ്പാമ്പുകളുടെ ആ കടിയൊക്കെ ഏൽക്കുന്ന സമയത്ത് എത്ര പ്രയാസമായിരിക്കും. ഇനി അവിടെ ദുഃഖം മാത്രമേയുള്ളൂ. നരകത്തിൽ എന്ത് മാത്രമേ ഉള്ളൂ? ദുഃഖം മാത്രമേ ഉള്ളൂ. സന്തോഷം എന്ന് പറഞ്ഞ് സന്തോഷമില്ല. നരകത്തിലെ ദുഃഖം മാത്രം. ഒരു സന്തോഷവും ഇവിടെ ഇല്ല, നരകത്തിലില്ല. കാരണം എന്താ? കഠിനമായ ചൂടാണ്. അവിടെ എങ്ങനെയും സന്തോഷിക്കാൻ കഴിയുമോ? ഇല്ല. അവിടെ കഷ്ടപ്പാടുകൾ മാത്രമേയുള്ളൂ, ആശ്വാസമില്ല. വെറും കഷ്ടപ്പാടുകൾ മാത്രം, പ്രയാസങ്ങൾ മാത്രം. എന്തില്ല അവിടെ? ആശ്വാസം എന്ന് പറയുന്ന ഒരു സംഗതിയേ എവിടെയില്ല? നരകത്തിലില്ല. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്താൽ മാത്രമേ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയൂ. അപ്പം നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി എന്താണ്? അതാണ് വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും. ആദ്യം അവൻ വിശ്വാസിയായിരിക്കണം, പിന്നെ അവനെന്ത് ചെയ്യണം? സൽക്കർമ്മങ്ങൾ, നല്ല പ്രവർത്തനങ്ങൾ, നിസ്കാരം, നോമ്പ് പോലെയുള്ള നല്ല കർമ്മങ്ങൾ ചെയ്യുകയും വേണം. എന്നാലേ അവൻ എവിടെ നിന്ന് കഴിച്ചിലാവുകയുള്ളൂ? നരകത്തിൽ നിന്ന് കഴിച്ചിലാവുകയുള്ളൂ. അതോടൊപ്പം അത് മാത്രം പോരാ, സൽക്കർമ്മം ചെയ്താൽ മാത്രം പോരാ, അതോടൊപ്പം തെറ്റായ കാര്യങ്ങൾ ഒഴിവാക്കുകയും വേണം. തെറ്റായ ഏതെല്ലാം പ്രവർത്തനങ്ങളുണ്ടോ അതിൽ നിന്നെല്ലാം നമ്മൾ എന്ത് ചെയ്തോളണം? മാറി നിന്നോളണം. എങ്കിലേ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുകയുള്ളൂ. വൈല്, സഖർ, ജഹന്നം, സഈർ തുടങ്ങി പല പേരുകളിലും നരകമുണ്ട്. ഏതെല്ലാം പേരുകളിലാണ് നരകമുള്ളത്? വൈല്, സഖർ, ജഹന്നം, സഈർ. ഇത് ഓരോ വിഭാഗത്തിനുള്ള നരകങ്ങളാണ്. വൈലുണ്ട്, സഖറുണ്ട്, ജഹന്നമുണ്ട്, സഈറുണ്ട്. ഇങ്ങനെ വ്യത്യസ്ത പേരുകളിലാണ് എന്തറിയപ്പെടുന്നത്? നരകം അറിയപ്പെടുന്നത്. അല്ലാഹു തആല പറഞ്ഞു, അന്ത്യനാളിൽ ചില ആളുകൾ നിന്ദ്യരാകും. അന്ത്യനാളിൽ ചില ആളുകൾ എന്ത് ചെയ്യും? നിന്ദ്യരാകും, നിസ്സാരവാന്മാരാകും.
അവർ ശിക്ഷ കാരണം വല്ലാതെ ക്ഷീണിക്കും. അവർക്ക് ഏറ്റ ശിക്ഷകൾ കാരണത്താൽ അവർ വല്ലാതെ ക്ഷീണിച്ചിട്ടുണ്ടാവും. കഠിനമായ ചൂടുള്ള നരകത്തിൽ അവർ പ്രവേശിക്കും. കഠിനമായ ചൂടുള്ള നരകത്തിൽ എന്ത് ചെയ്യും? ഖിയാമത്ത് നാളിൽ അവർ പ്രവേശിക്കും. ചുട്ട് തിളക്കുന്ന പാനജലം അവരെ കുടിപ്പിക്കും. ശക്തമായ ദാഹം കാരണത്താൽ അവിടെ നിന്ന് നമ്മൾ വെള്ളം ആവശ്യപ്പെടുന്ന സമയത്ത് ചുട്ട് തിളക്കുന്ന പാനജലം ചെയ്യും നമ്മെ കുടിപ്പിക്കും. അവർക്ക് ആഹാരമില്ല. നരകത്തിൽ എന്തില്ല? ആഹാരമില്ല. അവർക്കുള്ളത് വിഷച്ചെടിയുടെ മുള്ളാണ്. അവർക്കുള്ളത് വിഷച്ചെടിയുടെ മുള്ളാണ്. അത് പുഷ്ടി നൽകുകയില്ല, വിശപ്പടക്കുകയുമില്ല. ശക്തമായ വിശപ്പ് കാരണം ഭക്ഷണം ചോദിക്കുന്ന സമയത്ത് നമുക്ക് എന്താ ലഭിക്കുക? വിഷച്ചെടിയുടെ മുള്ളാണ് ലഭിക്കുക. ആ മുള്ള് കഴിച്ചു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? നമ്മുടെ തൊണ്ടയിൽ കുടുങ്ങൂലേ? അതാണ് അവിടെ പറഞ്ഞത്. അത് പുഷ്ടി നൽകുകയില്ല. ശരീരത്തെ തടിച്ചു കൊഴുപ്പിക്കുന്ന സാധനമല്ല ഈ വിഷച്ചെടിയുടെ മുള്ള് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വിശപ്പടക്കുകയുമില്ല. ആ മുള്ളെന്ത് ചെയ്യുകയില്ല? വിശപ്പടക്കുകയുമില്ല. അപ്പോൾ അത് നമ്മൾ കഴിക്കുന്നത് കൂടെ നമ്മുടെ തൊണ്ടൻ്റെ ഭാഗങ്ങളിലൊക്കെ അതെന്ത് ചെയ്യും? കുത്തും. അത് അത്രക്കും വേദനാജനകമായ ശിക്ഷകളാണ് എവിടെ നമുക്ക് അനുഭവിക്കാനുള്ളത്? നരകത്തിൽ അനുഭവിക്കാനുള്ളത്. തെറ്റ് ചെയ്ത് ജീവിക്കുന്നവർക്ക്. നേരെ മറിച്ച് സൽക്കർമ്മങ്ങൾ ചെയ്ത് ജീവിച്ചാൽ അവരെവിടേക്കാണ് പോവുക? സ്വർഗത്തിലേക്കാണ് പോവുക. നരകത്തിൻ്റെ അവസ്ഥകളാണ് ഇപ്പം നമ്മൾ ഈ പറഞ്ഞത്. ഇനി ധാരാളം നല്ല കാര്യങ്ങൾ ചെയ്യാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. അല്ലാഹുവേ, തിന്മകൾ ഒഴിവാക്കി ജീവിക്കാൻ ഞങ്ങളെ നീ തുണയ്ക്കണമേ. നരകത്തിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. ആമീൻ. ലൈസ ലഹും ത്വആമുൻ ഇല്ലാ മിൻ ളരീഅ്. വിഷച്ചെടിയുടെ മുള്ളല്ലാതെ അവർക്ക് ആഹാരമില്ല. വിഷച്ചെടിയുടെ മുള്ളല്ലാതെ അവർക്ക് ആഹാരമില്ല എന്നാണ് നരകവാസികൾക്ക് ആഹാരമില്ല. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് തദ്രീബാത്താണ് നമ്മൾ വായിക്കുന്നത്. ഒന്ന് നഖ്റഉ അനഫും വായിച്ച് മനസ്സിലാക്കുക. പാനജലം എന്ന് പറഞ്ഞാൽ കുടിവെള്ളം, അനുഷ്ഠിക്കുക എന്ന് പറഞ്ഞാൽ ചെയ്യുക, പുഷ്ടിപ്പെടുത്തുക, തടിപ്പിക്കുക എന്നർത്ഥം. ബി കൊടുത്ത അറബി വാക്യങ്ങളാണ്. പിന്നെ അതിൻ്റെ അർത്ഥവും. അദാബ് എന്ന് പറഞ്ഞാൽ ശിക്ഷ, നാറുൻ നരകം, അൽ-യൗമുൽ ആഖിർ അന്ത്യനാൾ. റബീഅ ഇബ്നു ഖുസൈമ റളിയല്ലാഹു അൻഹു താബികളിൽപ്പെട്ട ഒരു മഹാൻ്റെ പേര്. അൽ അഅ്മാൽ സ്വാലിഹാത്ത് സൽക്കർമ്മങ്ങൾ, അൽ അഅ്മാൽ സയ്യിആത്ത് തെറ്റായ കർമ്മങ്ങൾ. 2 നുൻഷിഉൽ ജുംല ഉണ്ടാക്കാൻ ചില വാക്കുകൾ കൊടുത്തു, ചില പദങ്ങൾ കൊടുത്തത് ചില നമുക്ക് വാക്കുകൾ ചെയ്തു. 1 കഷ്ടപ്പാട്, അവിടെ കഷ്ടപ്പാടുകൾ മാത്രമേയുള്ളൂ. 2 രക്ഷപ്പെടുക, നരകത്തിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയില്ല. 3 അനുഷ്ഠിക്കുക, സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. 4 കത്തിയെരിയുക, നരകം കത്തിയെരിയുന്ന തീയാണ്. 3 നംലഉൽ ഫറാഗ വിട്ട ഭാഗം പൂരിപ്പിക്കുക. 1 നരകം ഡാഷ് വീടാണ്, നരകം ശിക്ഷയുടെ വീടാണ്. 2 നരകത്തിൽ ഡാഷ് പാമ്പുകളുണ്ട്, വിഷപ്പാമ്പുകളുണ്ട്. 3 നരകത്തിൽ ഡാഷ് മാത്രമേയുള്ളൂ, കഷ്ടപ്പാടുകൾ മാത്രമേയുള്ളൂ. 4 നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഡാഷ് ചെയ്യണം, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങളും ചെയ്യണം. 5 അന്ത്യനാളിൽ ഡാഷ് കാരണം ചിലർ ക്ഷീണിക്കും, ശിക്ഷ കാരണം ചിലർ ക്ഷീണിക്കും. 6 നരകത്തിലെ ഭക്ഷണം ഡാഷിന് ശമനമുണ്ടാക്കുകയില്ല, വിശപ്പിന് ശമനമുണ്ടാക്കുകയില്ല. 4 നുൻഷിഉൽ അസ്ഇല ചോദ്യം ഉണ്ടാക്കാനാണ്. ഈ പാഠത്തിൽ നിന്ന് 5 ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും തയ്യാറാക്കുക. 1 നരകം എന്തിൻ്റെ വീടാണ്? ആൻസർ ശിക്ഷയുടെ വീട്. 2 നരകത്തിലെ തീ ദുനിയാവിലെ തീയേക്കാൾ എത്ര ഇരട്ടിയാണ്? ആൻസർ 70 ഇരട്ടി. 3 എന്ത് ഓർത്തുകൊണ്ടാണ് റബീഅ ഇബ്നു ഖുസൈമ തങ്ങൾ ബോധം കെട്ടത്? ആൻസർ നരകത്തെ ഓർത്ത്. 4 ഏതെല്ലാം പേരുകളിൽ നരകമുണ്ട്? ആൻസർ വൈല്, സഖീർ, ജഹന്നം, സഈർ. ഈ പേരുകളിലൊക്കെ നരകമുണ്ട്. വൈല്, പിന്നെ വൈല്, സഖർ. ഇവിടെ സഖർ എന്നാണ്, സഖീർ എന്ന് കസറായി പോയിട്ടുണ്ട്. സഖർ ഫത്തഹാണ് കൊടുക്കേണ്ടത്. സഖർ, ജഹന്നം, സഈർ. 5 നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്ത് ചെയ്യണം? ആൻസർ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും വേണം. ഇനി 5 നുഇദ്ദു ഫിഖ്റ ഗണ്ണിക എഴുതണം. റബീഅ ഇബ്നു ഖുസൈമ റളിയല്ലാഹു അൻഹു
താബികളിൽപ്പെട്ട പണ്ഡിതരായിരുന്നു റബീ ബിൻ ഖുസൈമ റളിയല്ലാഹു അൻഹു. അതിനുശേഷം കൂട്ടിക്കൊടുക്കുക, അദ്ദേഹം നല്ല തഖ്വയും അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ച പണ്ഡിതനായിരുന്നു. ഒരിക്കൽ റബീ ബിൻ ഖുസൈമ ഒരിക്കൽ എന്നാണ് ഇവിടെ എഴുതേണ്ടത്. ഒരിക്കൽ റബീ ബിൻ ഖുസൈമ റളിയല്ലാഹു അൻഹു സുഹൃത്തുക്കളും നടക്കാനിറങ്ങി. അവർ ഇരുമ്പ് പണിക്കാരുടെ അരികിലെത്തി. അവിടെ ഇരുമ്പ് ദണ്ട് അടുപ്പിൽ വെച്ച് തീ ശക്തമായി കത്തിക്കുകയാണ്. അടുപ്പിൽ നിന്ന് തീപ്പൊരികൾ പറന്നു പൊങ്ങി. ഇത് കണ്ടതും റബീ റളിയല്ലാഹു അൻഹു ബോധം കെട്ട് വീണു. കൂട്ടുകാർ അദ്ദേഹത്തെ വീട്ടിലേക്ക് എടുത്തു കൊണ്ടുപോയി. ഇത് കണ്ടപ്പോൾ നരകത്തെ ഓർത്തുകൊണ്ടാണ് റബീ റളിയല്ലാഹു അൻഹുവിന് ബോധം നഷ്ടപ്പെട്ടു പോയത്. അത്രക്കും അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന മഹാനായിരുന്നു റബീ ബിൻ ഖുസൈമ റളിയല്ലാഹു അൻഹു. ഇതോടെ പാഠത്തിലെ തദ്രീബാത്ത് കഴിഞ്ഞു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.